അങ്ങനെ ഇലക്ഷനൊക്കെ തീർന്നല്ലേ? ജീവിതത്തിൽ ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. ഒറ്റ വോട്ട്. എന്തിനാണോ ഒരു കാര്യമില്ല, ആര് ജയിച്ചാലും നമുക്കൊരു കാര്യം. ഒറ്റ മിനിറ്റ് നാട്ടിൽ ഒരു വള്ളി വിളിക്കുന്നുണ്ട്, എടുക്കട്ടെ. ഹലോ ഹലോ, എടാ എന്തടാ? ഹലോ. ആ എടാ നീ വോട്ട് ചെയ്തിട്ട് പോയ ഇവിടുന്ന്? ഞാൻ ഇവിടെ ഗൾഫിലല്ലേ ഉള്ളത്, പിന്നെ എങ്ങനെ വോട്ട് ചെയ്യാനാ? നീ ഇവിടുന്ന് വോട്ട് ചെയ്ത് പോയിന്നാണല്ലോ നമ്മുടെ സുഖേട്ടൻ പറഞ്ഞത്. ഏത് സുഖട്ടെ? കൗൺസിലർ. എപ്പോ ഇങ്ങോട്ട് എപ്പാ പറഞ്ഞേ? എടാ ഞാനിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ സുഖേട്ടൻ പറഞ്ഞു നീ ഓൾറെഡി വോട്ട് ചെയ്ത് പോയിന്ന് പറഞ്ഞു. എടാ എന്റെ പൊന്നുമോനെ, ഞാൻ ഇവിടെ ഗൾഫിലല്ലേ ഉള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിന്, ഇപ്രാവശ്യം എനിക്ക് വന്നുകൂടാ, കാരണം വന്നു കഴിഞ്ഞാൽ പണി പോകുന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്, അതുകൊണ്ട് വരാണെന്നേ. എനിക്കറിയാടാ, നിനക്ക് പുതിയ ഗ്യാങ് ഒക്കെ ആയില്ലേ, നീ അവരോട് വല്ല ടൂറൊക്കെ പോയിട്ടുണ്ടാവും, നമ്മളെ കാണാതെ മുങ്ങിയതായിരിക്കുള്ളൂ നീ. എന്റെ പൊന്ന് ദിനേശൻ, നീ എന്തല്ലേ പറയുന്നത്? ഞാൻ നിന്നെ കാണാണ്ട് വരുവാടാ, നീ എന്ത് വർത്താനം പറയുന്നത്? ഞാൻ ടൂറും പോയിക്കില്ല, നാട്ടിലും വന്നില്ല, ബോട്ടും ചെയ്തിട്ടില്ല. നീ ഒന്നും പറയണ്ട, നീ ഇനി എയർപോർട്ടിൽ എത്തുമ്പോ വിളിക്കട്ടാ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. മതിയേടാ, വെച്ചിട്ട് പോ, വേണ്ട വിളിക്കണ്ട. വെക്കല്ലടാ, ഞാൻ പറയട്ടെ. അത് നാട്ടിലൊരു വള്ളിയാ, അവൻ പറയാ ഞാൻ നാട്ടിൽ പോയി വോട്ട് ചെയ്തു. താനീ നാട്ടിൽ പോയാ തന്നെ നല്ലൊരു 3 മണിക്കൂർ കണ്ടില്ലേ ചക്ക? അത് തന്നെ ഞാൻ പറഞ്ഞത്, ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക. നാട്ടിലിപ്പോ അതന്നെ ഉള്ളൂ. എന്നാൽ നമ്മൾ പ്രവാസികളൊരു ഭാഗ്യേ, നമ്മൾ നാട്ടിലില്ലെങ്കിലും നമ്മളെ വോട്ട് ചെയ്യാൻ ആളുണ്ടാവും. എന്താ ഒരു സ്നേഹം! എന്റെ കൂട്ടക്കാരിൽ ചെയ്തിട്ടുണ്ടാവില്ല, അത് ഉറപ്പല്ലേ? എനിക്കുണ്ട് അനുഭവം. നിനക്കുണ്ടാ? എന്നാലും ഞാൻ ഉദ്ദേശിച്ചാക്കനെ കുത്തിക്കുണ്ടാവോ?